ചേട്ടാ, ഇപ്പോൾ വയനാട്ടിൽ ഏതാണ്ട് 500-നും 1000-നും ഇടയിലാവും മരണസംഖ്യ. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ. ഇത്രയൊക്കെ വലിയ കാഷ്വാലിറ്റി ഉണ്ടായ സ്ഥിതിക്ക് കേന്ദ്രത്തിൽ നിന്ന് വലിയൊരു സഹായം പ്രതീക്ഷിക്കാമോ? അല്ല, കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ല എന്നാരാ പറഞ്ഞത്? നോക്കൂ, നമ്മുടെ നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയൊരു ദുരന്തം വയനാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആരാണ് നിർണായക പങ്ക് വഹിക്കുന്നത്? കേന്ദ്ര സർക്കാരല്ലേ. കാരണം സൈന്യം ഇറങ്ങിയതിന് ശേഷമാണ് അവിടെ എന്തെങ്കിലും നടപടികൾ കാര്യമായി ഉണ്ടായത്. ഇപ്പോൾ പോലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. ഈ ബെയിലി പാലം നിർമ്മിച്ച് നമ്മുടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വ്യാപകമായി അവിടെ എത്തിയാലേ മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്ന 1000-ഓളം വീടുകളാണ് അവിടെ മണ്ണിനടിയിൽ പോയത്. അതിനുള്ളിൽ മനുഷ്യരുണ്ടോ എന്ന് കണ്ടെത്താനുള്ള വ്യാപകമായ തെരച്ചിൽ ആരംഭിക്കണമെങ്കിൽ അവിടേക്ക് നദി കുറുകെ കിടന്ന് അവിടെ എത്തണം. അതിന് ബെയിലി പാലം ഉണ്ടാക്കുകയാണ്, സൈന്യമാണ് നിർമ്മിക്കുന്നത്. നമുക്കറിയാം, ഷിരൂരിൽ നമ്മുടെ അർജുനനെ കാണാതെ പോയി, ഗംഗാവാലി പുഴയിൽ തെരച്ചിലൊക്കെ നടന്ന് ഒടുവിൽ സൈന്യത്തെ വിളിച്ചു. സൈന്യത്തെ വിളിച്ചിട്ടില്ലേ സൈന്യം വന്ന്? ഇവിടെ വയനാട്ടിലേക്ക് ആരെങ്കിലും സൈന്യത്തെ വിളിച്ചില്ല. കേരള സർക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ സൈന്യം വന്നിറങ്ങുകയായിരുന്നു. അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ സംഭവം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മളാകെ സ്തംഭിച്ച് നിന്നപ്പോൾ കേന്ദ്രം നേരിട്ട് ഇടപെട്ട് സൈന്യം വന്നതല്ലേ. നമ്മൾ എവിടെയെങ്കിലും കിട്ടോ കേരളം സൈന്യത്തിൻ്റെ സഹായം തേടി എന്ന് ഒരു വാർത്തയുമില്ല. ഇപ്പോൾ അമിത്ഷാ പറഞ്ഞത് വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. മുന്നറിയിപ്പ് നൽകിയിട്ടും വേണ്ട നടപടി എടുത്തില്ല, എന്നിട്ടും ഞാൻ NDRFൻ്റെ സൈന്യത്തെ അയച്ചു എന്നൊക്കെ പറയുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ദുരന്തത്തിന് ശേഷം ഇപ്പോഴും ഈ നിമിഷം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടപെടൽ മുഴുവൻ സൈന്യത്തിൻ്റെ ഇടപെടലാണ്. കേന്ദ്ര സർക്കാർ അയച്ചു കൊടുത്ത റെസ്ക്യൂ ഓപ്പറേഷൻ്റെ കൂടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സഹകരിക്കുന്നു. ക്വിക്ക് ആക്ഷൻ ആണ്. സൈന്യം അതിവേഗം ഇടപെട്ടു. നമ്മൾ ആവേശം കൊണ്ടു അല്ലേ, ഒരു ഹെലികോപ്റ്റർ വന്നിട്ട് ഇളകി കിടക്കുന്ന മണ്ണിൽ ലാൻഡ് ചെയ്യുന്ന ഒരു ശ്രമം കണ്ടു. എല്ലാവരും കൈയടിച്ചു പോയി. കാരണം ഒരുറപ്പുമില്ല, ഇളകി കിടക്കുന്ന ഒഴുകി വന്ന ചെളി പിടിച്ച മണ്ണിൽ പ്രതലത്തിൽ ലാൻഡ് ചെയ്യാൻ കാണിച്ച ഒരു സാഹസികതയോടെ അവിടെ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് ആളുകളെ കയറ്റിക്കൊണ്ടുപോയി. അങ്ങനെ കേന്ദ്രം അടിമുടി കേരളം പമ്മി നിന്നപ്പോൾ, അല്ലെങ്കിൽ സ്തംഭിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ കേന്ദ്രം നടത്തിയ ഒരു മിന്നൽ ആക്രമണമാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം. നമ്മുടെ മന്ത്രിമാർ നിങ്ങളെല്ലാം കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ റിയാസ് ഉൾപ്പെടെ എത്രയോ മന്ത്രിമാർ അവിടെ ചെന്നു, മാധ്യമങ്ങളെ കാണുന്നു. ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി സംഭവം നടന്നതിന് പിറ്റേ ദിവസം പോയി. ഒരൊറ്റ ബൈറ്റ് കണ്ടില്ല, ഒറ്റ വാർത്ത കണ്ടോ, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ല. അതാണ് ഇടപെടൽ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ച് തിരിച്ചു പോകും. എന്നുവെച്ചാൽ കേന്ദ്ര മന്ത്രിസഭ ഇദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത്. ഏതായാലും ചുമതലപ്പെടുത്തിയോ ഇല്ലെന്ന് അവിടെ നിൽക്കട്ടെ. കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി അവിടെ എത്തിയ ആൾ ഒരു പ്രകടനവും നടത്തിയില്ല. അപ്പോൾ കേന്ദ്രം അതിനകത്ത് വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട്. ഇനിയിപ്പോൾ മറ്റൊന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് കുറേ കഴിയുമ്പോൾ അറിയാം കേന്ദ്രം ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഫേസ് എന്താ? ജീവനോടെയുള്ള ആളുകളെ രക്ഷിച്ച് ആശുപത്രികളിൽ എത്തിക്കുക. പിന്നെ മണ്ണിനടിയിൽ ഇനി ജീവനോടെയും അല്ലാതെയും മനുഷ്യ ശരീരങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുക. ഈ രണ്ട് പ്രക്രിയകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ രണ്ടാം ഘട്ടം ജീവനോടെയുള്ള ഏതാണ്ട് രക്ഷപ്പെടുത്താവുന്നവരെയൊക്കെ രക്ഷപ്പെടുത്തി ഇനി ബോഡീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ നിലമ്പൂരുള്ള എൻ്റെ ചില സുഹൃത്തുക്കളോട് വിളിച്ചു. അവിടെ ഒന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവിടേക്ക് ഈ പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ട്. നമ്മുടെ ഒരാളുടെ ജഡം കിട്ടി എന്ന് പറയുന്നത് ഫുൾ ബോഡിയൊന്നുമല്ല, ചിലപ്പോൾ ഒരു കൈ, ഒരു തല, ഒരു കാലിൻ്റെ ഭാഗം, ഇത്രയൊക്കെയാണ് ഒഴുകി വരുന്നത്. ശരീരമാകെ ഒഴുകി പാറയിലും അവിടെ ഇവിടെയൊക്കെ തട്ടി ചിഹ്ന ഭിന്നമായി ചീഞ്ഞഴുകിയാണ് വരുന്നത്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അത് ഏറ്റവും ദയനീയമായൊരു മനുഷ്യാവസ്ഥയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. അപ്പോൾ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെ ജീവനോടെ എന്ന് നമുക്കിനി പ്രതീക്ഷിക്കാൻ ജീവനില്ലാത്ത ജഡങ്ങൾ കണ്ടെത്താനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുക, എത്ര മരണം ഉണ്ടാക്കുക എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അതിനുശേഷമാണ് നമുക്ക് അടുത്ത കേന്ദ്ര സഹായം എന്താണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്, മന്ത്രിസഭാ യോഗം അടിയന്തരമായി ചേരുന്ന കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും കേരളം കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകിച്ച് സഹായമൊന്നും തേടിയിട്ടില്ല. അങ്ങനെ തേടാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലല്ല, അത് ഞാൻ പറയട്ടെ, അതിലേക്ക് വരാം. അത് നല്ലത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറയാം, ചേട്ടൻ പറ, കാര്യമൊക്കെ ഉണ്ട്. അല്ല, ഞാൻ പറയാം. അതായത് മുൻകാല അനുഭവം ഞാനും പറയും. മുൻകാല അനുഭവം പറയാം. അതായത് പ്രളയം ഉണ്ടായപ്പോഴത്തേക്ക് തോമസ് ഐസക് ആവശ്യപ്പെട്ടു 40,000 കോടി രൂപയുടെ സഹായം വേണമെന്ന്. കേന്ദ്രത്തിനൊരു ഫണ്ടുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട്. ആ ഫണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിന് പദ്ധതി ഇനത്തിൽ കിട്ടുന്ന തുകയല്ല, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നൽകുന്ന ധനസഹായമാണ്. അത് തിരിച്ചു കൊടുക്കണ്ട, പെട്ടെന്ന് കൊടുക്കുക. അതെ. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് എത്ര രൂപ ചോദിച്ചാലും കിട്ടും. അന്ന് നമ്മൾ ചോദിച്ചത് 40,000 കോടി രൂപയാണ്. 5,000 കോടി ഉടനെ അനുവദിച്ചു. അപ്പോൾ തോമസ് ഐസക് പറഞ്ഞു 5,000 കോടിയേ കിട്ടിയുള്ളൂ, ബാക്കി 35,000 കോടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്രം പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്, ഇത് ഫസ്റ്റ് ഗഡുവാണ്, ആദ്യ ഗഡുവാണ്, ഇത് യൂട്ടിലൈസ് ചെയ്യുക.
ഇത് ഉപയോഗിക്കുക, ഇത് വിനിയോഗിച്ചിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് റിപ്പോർട്ടും കണക്കും തരുമ്പോൾ അടുത്ത തുക തരും. പക്ഷേ സംഭവിച്ചതെന്നറിയോ, പിന്നെ ആ 35,000 കോടി നമ്മൾ ചോദിച്ചിട്ടില്ല. കാരണം അതിന് കണക്ക് കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അതാണ് പ്രശ്നം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് തുക കിട്ടിയാൽ അതിന് കൃത്യമായ കണക്ക് വേണം. അത് 5,000 കോടി രൂപയൊക്കെ വളരെ നിസ്സാര തുകയാണ്. ഇപ്പം തന്നെ ഓരോ ദിവസവും അവിടെ വൈദ്യുതി പോലും ഇല്ല, അവിടെ ജനറേറ്ററുകളിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വലിയ ചെലവ് ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി തരുന്ന ഫണ്ട് ഓരോ ദിവസവും ഈ 5,000 കോടി രൂപയുടെ യൂട്ടിലൈസേഷൻ കൃത്യമായി കണക്ക് കൊടുക്കാം. അപ്പോൾ 40,000 കോടി നമ്മൾ ചോദിച്ചു, 5,000 കോടി കിട്ടി. അടുത്ത ഘട്ടം കിട്ടുന്നതിന് മുമ്പ് കണക്ക് താ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചോദ്യവും ഇല്ല, കണക്കുമില്ല. അങ്ങനെ 35,000 കോടി രൂപ പ്രളയ ദുരിതാശ്വാസത്തിന് വേണ്ടി കേന്ദ്രത്തോട് ചോദിച്ച കേരളം പിന്നീട് ബാക്കി 35,000 കോടി തരാൻ ചോദിച്ചിട്ടില്ല. അതിന് കാരണം നേരത്തെ പറഞ്ഞു തന്നെയാണ്, കണക്ക് ചോദിക്കണം, അത് വക മാറ്റാൻ പാടില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കേരളമുതലായിരിക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. അതായത് നമ്മൾ സുനാമി ഉണ്ടായല്ലോ, സുനാമിക്ക് വേണ്ടി അനുവദിച്ച ഫണ്ട് ഇടുക്കിയിൽ വരെ വിനിയോഗിച്ചു. ഇടുക്കി ജില്ല കടലില്ലാത്ത ജില്ലയാണ്. അവർ കടലാണെങ്കിൽ 2 ജില്ല കടന്നിട്ട് സുനാമി പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി അനുവദിച്ച തുക ഇടുക്കിയിൽ പോലും വകമാറ്റി ചെലവഴിച്ച പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് 40,000 ചോദിച്ചു, 5,000 കിട്ടി, 35,000 കിട്ടിയില്ല. കണക്ക് കൊടുക്കാത്തതുകൊണ്ട് കിട്ടിയില്ല, കേരളോട്ട് ചോദിച്ചുമില്ല. അതുപോലെ എന്തുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് ഒരു വലിയ ധനസഹായം വേണമെന്ന് കേരളം ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല. കണ്ടോ, തിരി കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഒരു വാർത്ത. ഞങ്ങൾക്ക് ഇത്ര നാശനഷ്ടമുണ്ട്, അടിയന്തരമായി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് ഒരു 10,000 കോടി അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെടാവുന്നതാണ്. ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ഉടൻ കിട്ടുകയും ചെയ്യും. ഇനി ചോദിക്കാതെ കൊടുക്കാനൊന്നും പറ്റില്ല, അങ്ങനെയാണ് ഇതിൻ്റെ രീതി. ഒരു കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ സൈന്യത്തെ ചോദിക്കാതെ വിടാം. അതുപോലെയല്ല, ഫണ്ട് എത്ര വേണമെന്ന് സംസ്ഥാനം ചോദിക്കണം. കാരണം അസസ്മെന്റ് നടത്തുന്ന ആരാണ്? സംസ്ഥാന സർക്കാർ. അതിനുള്ള റവന്യൂ അധികൃതർ, ജില്ലാ ഭരണകൂടം ഒക്കെ കൂടെ ചേർന്നിട്ട് ഒരു കണക്കുണ്ടാക്കി കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ള പണി സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. സംസ്ഥാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടെൻറ്റേറ്റീവായിട്ടൊരു താൽക്കാലിക കണക്കുണ്ടാക്കിയിട്ട് തുക ആവശ്യപ്പെട്ട കേന്ദ്രം റിലീസ് ചെയ്യും. പക്ഷേ കേരളം ഇതുവരെ ചോദിച്ചിട്ടില്ല. നമ്മൾ ഉൾപ്പെടെ ഇപ്പം നിരന്തരം ക്യാമ്പയിൻ ചെയ്ത് നമ്മുടെ എല്ലാ ടോക്കിലും നമ്മൾ പറയുന്നുണ്ട്, സഹായിക്കണം, 1 രൂപയെങ്കിലും 1 രൂപ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് നമ്മളും പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ പിരിവ് മാത്രമേ ഉള്ളൂ. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള, കേന്ദ്രത്തിൻ്റെ പക്കലുള്ള ഈ ഫണ്ട് നമ്മൾ ചോദിച്ചു വാങ്ങുന്നില്ല. അതിന് നമുക്ക് ഒരു താല്പര്യമില്ല. കാരണം അതിന് കണക്ക് വേണം, അത് വക മാറ്റാൻ പാടില്ല. ഇനി വലിയൊരു തമാശ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഈ 5,000 കോടി പ്രളയം ഉണ്ടായപ്പോൾ തന്നല്ലോ, ഈ 5,000 കോടി കൊണ്ടുവന്നിട്ട് HDFC ബാങ്കിൽ നമ്മൾ FD ഇട്ടു എന്നാണ് പറഞ്ഞത്. ആ പണം കൊണ്ടുപോയിട്ട് പലിശ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഇത് ആ സമയത്ത് തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫണ്ട് വിനിയോഗിക്കുക എന്നുള്ളത്, ഫണ്ട് ചോദിച്ചു വാങ്ങുക, അതിനൊക്കെ നമുക്കൊരു അമാന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അത് കേന്ദ്രം BJP-കാരൻ സംഘപരിവാർ ആയതുകൊണ്ട് അവൻ്റെ കാശ് വേണ്ട എന്നുള്ളതല്ല. കാരണം കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചാൽ കണക്ക് കൊടുക്കണം. അത് പറ്റില്ല, കണക്ക് പറ്റത്തില്ല, പൈസ മേടിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുവരെ ചോദിച്ചത്, കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഈ മനുഷ്യർക്ക് അവകാശപ്പെട്ട പണം ചോദിച്ചു വാങ്ങാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഒരു 10,000 കോടിയെങ്കിലും അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് ചോദിക്കാനുള്ള അവകാശം കേരളത്തിനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും അതിന് തയ്യാറാവണമെന്നാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. നിർണായക സമയം. അതെ, നിർണായക സമയമാണ്. അപ്പോൾ അതിനൊന്നും മുതിരാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചത്, മുഖ്യമന്ത്രി തന്നെ പറയുന്നു വീഴ്ച ആരുടെയെങ്കിലും തലയിലിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി പറയുന്നത് അമിത്ഷായ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, വീഴ്ച ആരുടെയെങ്കിലും പിടലിക്ക് വെക്കാൻ നോക്കരുത്. വീഴ്ച എന്താ, പ്രളയം ഉണ്ടാക്കിയത്, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയ അമിത്ഷായാണോ? കേരളത്തിൽ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാതെ അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളാൽ നമ്മുടെ പ്രകൃതി ചൂഷണത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ കുടപിടിച്ച എല്ലാവരും ഇതിന് ഉത്തരവാദിയാണ്. അപ്പോൾ ഏതായാലും സൈന്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വളരെ പ്രകടനപരമായി സൈന്യമാണ് എല്ലാം ചെയ്യുന്നത്, ഒരു തർക്കമില്ല. നമ്മൾ ഓർക്കണം, സൈന്യത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഞാൻ പറയാൻ വന്നതാണ്, സൈന്യം പ്രളയം വന്നു, സൈന്യം ഉണ്ടായിരുന്നു ഇല്ലേ? പക്ഷേ സൈന്യത്തിനൊന്നും നല്ല വാക്ക് നമ്മൾ പറഞ്ഞോ? പറഞ്ഞില്ല. അവസാനം പറഞ്ഞു കേരളത്തെ രക്ഷിച്ചത് കേരളത്തിൻ്റെ സൈന്യമായ മത്സ്യത്തൊഴിലാളികളാണെന്ന് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്, തർക്കമില്ല. പക്ഷേ സൈന്യം ഒപ്പം ഉണ്ടായിരുന്നു അല്ലേ? എന്തിനും ഒരു പ്രാന്തം കയറി അവിടെ ഒരു മലയെ കയറിയിരുന്നു. കേരളത്തിലെ ഫയർഫോഴ്സും പോലീസും തലകുത്തി നിന്നു. ആര് വന്നു? സൈന്യം വന്നു അല്ലേ? അവസാനം സൈന്യത്തിന് ചീത്ത. അർജുന പുഴയിൽ പോയി, ഗംഗാവലിയിൽ സൈന്യം വന്നു. സൈന്യം വന്നപ്പോൾ അർജുൻ്റെ മാതാവ് ഉൾപ്പെടെ സൈന്യത്തെ ചീത്ത പറയുന്നു.
സൈന്യം ചെയ്യാമെന്നൊക്കെ ചെയ്തു. അപ്പോൾ സൈന്യം എന്ന് പറയുന്നവർ കേരളത്തെ സംബന്ധിച്ച് സൈന്യത്തോട് പരമപുച്ഛമാണ്. ഒരു നന്ദിയും സൈന്യത്തോടില്ല. അവർ വന്ന് ചെയ്യുന്ന സേവനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞ് നന്ദി പറയലൊക്കെ നമുക്ക് മറ്റുള്ളവർക്കാണ്. സൈന്യത്തോട് ഏറ്റവും താങ്ക്ലെസ്സായി പെരുമാറുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു നമ്മൾ. പക്ഷേ ഈ വയനാടിൻ്റെ കാര്യത്തിലെങ്കിലും സൈന്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ കണ്ട് അവർക്കൊരു സല്യൂട്ട് കൊടുക്കാൻ നമ്മൾ മറക്കരുത്. സിനു എന്തോ ചോദിക്കാന്ന് പറഞ്ഞല്ലോ. അതെ, ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്ത് ഒരു ഓർഗനൈസേഷൻ അല്ലേ, സർക്കാരില്ല. പക്ഷേ അവർ കുറച്ച് അലേർട്ടുകൾ കൊടുക്കുന്നു, റെഡ്, ഓറഞ്ച്, യെല്ലോ എന്നൊക്കെ. അതിനപ്പുറത്തേക്കൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല, ഇത് കേന്ദ്രം പറയുകയാണെങ്കിൽ പറയും പിന്നെ ഇവിടുന്ന് സഹായമൊന്നും കിട്ടാതിരിക്കുന്നതാണ് നല്ലത്, കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഫുഡ് കൊണ്ടുവന്നു പറഞ്ഞിട്ട് കണക്ക് ചോദിക്കും, അല്ലെ ഹെലികോപ്റ്റർ അയച്ച് അതിൻ്റെ വാടക തിരിച്ചു ചോദിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് സംസ്ഥാനം മുമ്പ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും അതുപോലെയൊക്കെ കണക്കൊക്കെ ചോദിച്ച് കേന്ദ്രം സർക്കാരിനെ അലട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് വയനാട്ടിൽ പോയിട്ടുണ്ട്. അതെ, മുഖ്യമന്ത്രി എങ്ങനെയാണ് പോയിരിക്കുന്നത്? ഹെലികോപ്റ്ററിലാണ് പോയത്. ഏത് ഹെലികോപ്റ്ററില്ല? സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിലാണ് തോന്നുന്നു. നമ്മളൊരു ഹെലികോപ്റ്റർ മേടിച്ചു വെച്ചിട്ടില്ലേ? ഉണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ. അതായത് ചിപ്സൺ ഏവിയേഷൻ്റെ ഒരു ഹെലികോപ്റ്റർ നമ്മുടെ വലിയ വാടകയാണ്. ഞാൻ പറഞ്ഞുതരാം. ഒരു വർഷം 9.6 കോടി രൂപയാണ് വാടക. 9 കോടി 6 ലക്ഷം രൂപ വാടക. അതായത് മാസം 80 ലക്ഷം രൂപയാണ്. അതായത് 25 മണിക്കൂർ പറക്കാം ഒരു മാസം. അതിൽ കൂടുതൽ പറഞ്ഞാൽ മണിക്കൂറിന് 900 രൂപ വെച്ച് 9,000 രൂപ, 900 അല്ല 9,000 രൂപ വെച്ച് കൊടുക്കണം. അത് ചിപ്സൺ ഏവിയേഷൻ്റെ ഹെലികോപ്റ്ററാണ്. അതെ, ഈ കോവിഡ് കാലത്ത് ആണ് നമ്മൾ ആദ്യമായിട്ട് ശരിക്കും മുഖ്യമന്ത്രിയുടെ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് വേണ്ടി എടുക്കുന്നതൊക്കെ പറഞ്ഞാൽ വലിയ വിവാദമായപ്പോൾ കേരള പോലീസിന് വേണ്ടി ഇതാക്കി. അന്നെടുത്തത് പവൻ ഹാൻസിൻ്റെ ഹെലികോപ്റ്ററായിരുന്നു. പവൻ ഹാൻസിൻ്റെ 11 പേർക്ക് യാത്ര ചെയ്യാവുന്ന 3 ഇഞ്ചിനുള്ള ഹെലികോപ്റ്റർ നമ്മൾ എടുത്തു. അതിനുവേണ്ടി ചെലവഴിച്ച് എത്ര രൂപയാണെന്നറിയോ? 22.21 കോടി രൂപയാണ്. അപ്പോൾ ഈ ചിപ്സൺ ഏവിയേഷൻകാർ പറഞ്ഞു ആ റേറ്റിന് ഞങ്ങൾ 3 ഹെലികോപ്റ്റർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വിവാദമായി കഴിഞ്ഞിട്ടാണ് അന്ന് കോവിഡ് കാലത്ത് ഒരു ടെൻഡറും ഇല്ലാതെ 3 ഇരട്ടി, അവർ 3 ഹെലികോപ്റ്റർ തരുമെന്നുണ്ടെങ്കിൽ 3 ഇരട്ടി റേറ്റിലാണ് പവൻ ഹാൻസിന് കൊടുത്തത്. അപ്പോൾ അത് കോവിഡ് കാലത്ത് മാസ്ക് വരെ വാങ്ങിച്ചതിൻ്റെ കഥകൾ നമുക്കറിയാം. അതുപോലെ ഈ പവൻ ഹാൻസിൻ്റെ ഹെലികോപ്റ്റർ വാങ്ങിച്ചു, വാടകയ്ക്ക് എടുത്തു. 21 ലക്ഷം രൂപ അതിന് കൊടുത്തു. ഇപ്പം പിന്നീട് ആരോപണങ്ങളൊക്കെ ഒഴിവാക്കാൻ കൂടി കണക്കിലെടുത്ത് കണക്കാക്കി ചിപ്സൺ ഏവിയേഷൻ്റെ ഹെലികോപ്റ്ററാണ് കേരള പോലീസിൻ്റെ പക്കലുള്ളത്. ആ ഹെലികോപ്റ്ററിൽ എന്താ പറക്കാത്തത്? ആ ഹെലികോപ്റ്റർ ഈ ചെളിക്കുണ്ടിലേക്ക് ഇറക്കാൻ അവർക്ക് അല്ല, ഇതും ചെളിക്കുണ്ടിൽ ഇറക്കുന്നില്ല. മുഖ്യമന്ത്രി അവിടെ കോഴിക്കോട് ഇറങ്ങി അവിടെ ഏരിയൽ സർവേ നടത്തി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അവിടെ മുഖ്യമന്ത്രിയായിട്ട് അവിടെ പോയി ഇറങ്ങാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ പൈസ കൊടുത്തിട്ട് ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. ഇനി മറ്റൊന്ന്, ആ ഹെലികോപ്റ്ററിൽ ഒരു തവണ ഒരാളുടെ ഹൃദയവുമായി പോയിരുന്നു. അത് കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ക്യാപ്സൂൾ കണ്ടില്ലേ? മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങിയ ഹെലികോപ്റ്ററിൽ ഒരാളുടെ ജീവൻ രക്ഷിച്ചില്ലേ? ഈ ഹെലികോപ്റ്ററിൽ ആരെവിടെ പോകുന്നു എനിക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഈ കോവിഡ് കാലത്തൊക്കെ ദുരൂഹമായി ചില ആളുകളൊക്കെ കേരളം വിട്ടുപോയി, ചില കേസിലെ പ്രതികളെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാമല്ല ഹെലികോപ്റ്ററിലും പോയതാണെന്ന് അറിയില്ല. അപ്പോൾ എന്തു ആവട്ടെ, നമ്മുടെ വിഷയം അതല്ല. മുഖ്യമന്ത്രി ഇപ്പോൾ പോയല്ലോ, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിലെ പോയത്. അതിൻ്റെ പൈസ മുഖ്യമന്ത്രിയോട് ചോദിക്കുമോ? അത് മുൻകാലങ്ങളിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഇതൊക്കെ ഉപയോഗിച്ച് ചോദിക്കും. അന്ന് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ സിനു, ഈ അന്ന് കേന്ദ്രം ചോദിച്ച സൈന്യം വന്നതിൻ്റെ ഹെലികോപ്റ്റർ വാടക ഇതൊക്കെ കൊടുത്തോ? കാശായിട്ട് കൊടുത്തില്ല, ചോദിച്ചു. അതെന്താ? അത് ചോദിച്ചു, വലിയ പത്രങ്ങളിലൊക്കെ പേടിച്ചു പോയോ? അതുകൊണ്ടല്ല, അപ്പോൾ ആളുകളുടെയൊക്കെ മുമ്പിൽ കേന്ദ്രത്തെ ഒന്ന് അപകീർത്തിപ്പെടുത്തിയ. അല്ല, അങ്ങനെ അപകീർത്തിപ്പെടുത്തിയാലും കേന്ദ്രത്തിന് നാണോ മാനമൊന്നുമില്ല. മോദിയല്ലേ വിളിക്കുന്നത്, സംഘികൾക്ക് എന്ത് നാണം? ആ പൈസ കൊടുത്തോ? അതറിയില്ല. അത് കൊടുക്കാത്തതുകൊണ്ട് ഏതെങ്കിലും വകുപ്പിൽ നമുക്ക് ബജറ്റ് അലോക്കേഷനിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത്ര കാശ് തരാനുള്ളതുകൊണ്ട് അത്രയും വെട്ടി കുറച്ചിരിക്കുന്നു പറഞ്ഞോ? അന്ന് പറഞ്ഞു ഇങ്ങനെ കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? കേരള സർക്കാർ. കേരളം പറഞ്ഞു. കുറച്ചോ? ഇല്ല, കുറച്ചില്ല. അതാണ് കാര്യം. ഇതെന്താ സംഭവം എന്നറിയോ? ഇതൊക്കെ വെറും പൊള്ളയായ പറച്ചിലാണ്. കാരണം ഓരോ ചെലവിനും എക്സ്പെൻഡിച്ചറിനും കണക്കുണ്ട് അല്ലേ? ഒരു സൈനിക വിമാനം പറക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, പവൻ ഹാൻസിൻ്റെ ചിപ്സൻ്റെ വിമാനം ഒരു മാസം 25 മണിക്കൂർ പറക്കും. അതിൽ കൂടുതൽ മണിക്കൂറിനും 9,000 രൂപ. അതൊരു റേറ്റാണ്. ഇതുപോലെ എല്ലാത്തിനും വിമാനങ്ങളൊക്കെ ചുമ്മാ എടുത്ത് ഓടിക്കാൻ പറ്റുമോ? നമ്മുടെ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററിന് അത് ഫ്ലൈ ചെയ്യുന്നതിന് ഇത്ര രൂപ എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു കണക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കണക്ക് പറയും, ഈ കണക്ക് ഇത്ര രൂപ, നിങ്ങളുടെ ഹെലികോപ്റ്ററിൻ്റെ ചിലവ് ഇത്ര രൂപ. സൈന്യത്തെ അവിടെ ഇപ്പം ബെയിലി പാലം ഉണ്ടാക്കുന്നു, പാലം പണി നടന്നുകൊണ്ടിരിക്കുക. ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നുമാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2 വിമാനങ്ങളിൽ കൊണ്ടുവന്നു 25 ട്രക്കുകളിലായിട്ടാണ് വയനാട്ടിലെത്തിച്ചത്. ചെലവില്ലേ? ചെലവിൻ്റെ കണക്കെഴുതും.
കണക്കെടുത്തിട്ട് ഇത് ഇത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയാണ് ഇത് നിർമ്മിച്ചത്. എന്നിട്ട് നിർമ്മിക്കും. ആ കണക്ക് പറയും കേരളത്തിന് വേണ്ടി ഇത്ര ചിലവാക്കി. അത് കണക്ക് പറയാതെ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് എന്ത് ചെയ്യും? ഈ പൈസ ഇങ്ങോട്ട് താന്ന് കുത്തി പിടിച്ച് മേടിക്കില്ല. ഇത് എന്നിട്ട് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് നടത്തും. മനസ്സിലായില്ലേ? കേരളത്തിന് വേണ്ടി ചിലവഴിക്കും, കേന്ദ്രം അത് വകവെച്ചു കണക്കെഴുതി ടാലിയാക്കും. അല്ലാതെ എങ്ങനെയാണ് ഒരു സർക്കാരിൻ്റെ പൊതുഖജനാവിൽ നിന്നുള്ള പണം ചെലവഴിക്കുന്നത്? അല്ലാതെ കുത്തിപ്പിടിപ്പോൾ അർജുനന് വേണ്ടിയിട്ട് ചിലവായത്. കർണാടക സർക്കാരിൻ്റെ പേരിൽ ഒരു കണക്കെഴുതി കൊടുക്കും, ഇത്ര രൂപ ചിലവായിട്ടുണ്ട്. ആ പൈസ നിങ്ങൾ തന്നില്ല, നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നതല്ല. ചിലവാകുന്ന ഓരോ സ്റ്റേറ്റിന് വേണ്ടിയും ചിലവായത് ആ സ്റ്റേറ്റിന്റെ അക്കൗണ്ടിൽ പെടുത്തും. ഇത്ര ചിലവായി കേരളത്തിന് വേണ്ടി ഇത്ര ചിലവാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ മൊത്തം കേന്ദ്ര സഹായത്തിന്റെ പദ്ധതിയിൽ ഇത്ര ചിലവ് അത് ഉൾപ്പെടുത്തും. കേരളത്തിന് വേണ്ടി 100 കോടി ഒരു മാസം കൊടുത്തു തിരിക്കട്ടെ, പ്ലസ് ഈ മാസം ചിലവാക്കിയ 25 കോടിയുടെ അതിനൂടെ ആഡ് ചെയ്യും. ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ 125 കോടിയായി. ഇതുകൂടെ കൂട്ടിയിട്ട് ആഡ് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. ഇങ്ങനെയല്ലേ? പൊതു ഫണ്ടല്ലേ? ഈ ഫണ്ട് കണക്ക് കാണിക്കാതെ ചെയ്യാൻ പറ്റില്ല. അതാണ് നിങ്ങൾ തന്ന റേഷന്റെ കാശ് മേടിച്ചു, ഹെലികോപ്റ്ററിന്റെ കാശ് മേടിച്ചു, എന്നാ പിന്നെ നിങ്ങൾക്ക് ഇത് മേടിച്ചുകൂടാ, വേണ്ട, ഞങ്ങളുടെ റേഷന്റെ കാശ് മേടിച്ചു, റേഷന്റെ കണക്ക് തന്നു. നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ ടോട്ടൽ വിഹിതത്തിന്റെ കൂടെ അഡീഷണൽ ആയി ഇത്ര കൂടെ വന്നിട്ടുണ്ട് എന്നുള്ള കണക്ക് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് സ്വാഭാവികമല്ല. ഇത് അങ്ങനെയല്ലേ? നമ്മുടെ വീട്ടിലെ ചെലവ് കണക്കുകൾക്ക് പോലും നമ്മൾ വീട്ടിലെ അരി പച്ചക്കറി മേടിക്കുന്നു. ഇതിന്റെ കണക്ക് നമുക്കറിയില്ലേ? എത്ര രൂപ വരുമാനമുണ്ട്, എത്രയാണ് നമുക്ക് ചെലവഴിക്കാനുള്ളത്, എത്ര ബാധ്യതകളുണ്ട്, അതിനൂടെ നമ്മളിത് ആഡ് ചെയ്യും. കണക്കില്ലാതെ ഒരു പണവും അനുവദിക്കാൻ പറ്റുമോ? എന്നിട്ട് നോക്കൂ, നമ്മളിത് പറഞ്ഞല്ല, ഈ 35,000 കോടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്ന് പ്രളയകാലത്ത് മേടിച്ചില്ല. അത് കിട്ടാത്തതിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് 5,000 മേടിച്ച് നമ്മൾ നിർത്തി. എന്നിട്ട് കരച്ചിൽ മുഴുവൻ UAE തരാമെന്ന് പറഞ്ഞ 700 കോടി കിട്ടിയില്ലെന്നാണ്. UAEക്ക് അങ്ങനെ തരാൻ പറ്റത്തില്ല. സംസ്ഥാനത്തിന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, ഒരു വിദേശ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായിട്ട് ഒരു വിദേശ രാജ്യം ആ പ്രത്യേക ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ധനസഹായം അങ്ങനെ മേടിക്കുന്നത് ഒരു രാജ്യാന്തര തലത്തിൽ നമ്മുടെ പ്രതിച്ഛായയ്ക്ക് രാജ്യത്തിനാണ് കൊടുക്കുന്നത്. ഒരു ദുരന്തം ഉണ്ടായി, ഇപ്പോൾ ലാത്തൂർ ഭൂകമ്പം ഉണ്ടായി, പല രാജ്യങ്ങളിൽ നിന്നും സഹായം വന്നു. നമ്മുടെ കേരളം തുർക്കിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. അതൊക്കെ ഒരു രാജ്യത്തിന് അവിടത്തേക്ക് ഒരു രാജ്യത്തിന് ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം നേരിട്ടുകൊണ്ട് കൊടുക്കാൻ പറ്റുമല്ലോ, കേന്ദ്ര സർക്കാർ വഴി വേണം കൊടുക്കാൻ. പോയി വീട്ടിലിടാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ ഓഫർ ചെയ്ത് ഈ തുർക്കി, ഈ പാകിസ്ഥാൻ, നമ്മൾ ഇടതുപക്ഷ സർക്കാർ VS അച്യുതാനന്ദ കാലത്താണ് പാകിസ്ഥാനിനെ പ്രളയത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപ അനുവദിക്കുന്നു പറഞ്ഞു. പാകിസ്ഥാൻ എത്ര കോടി ഇപ്പോൾ തരും? തുർക്കി എത്ര തരും? ഇതൊക്കെ അന്വേഷിക്കട്ടെ. ഈ പാകിസ്ഥാനും തുർക്കിയിലും മാത്രമല്ല ഭൂകമ്പവും പ്രളയമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതെ. അപ്പോൾ തുർക്കിക്കും പാകിസ്ഥാനും മാത്രം എന്താ കൊടുത്തത്? അത് തുർക്കിയും പാകിസ്ഥാനും ആയതുകൊണ്ടാണ്. കാര്യം മനസ്സിലായി? സ്നേഹമുണ്ട്. കാര്യം മനസ്സിലായി. ഇതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ലൈൻ. അപ്പോൾ ഏതായാലും കേന്ദ്രം തരാമെന്ന് പറഞ്ഞ പൈസ ചോദിച്ചു വാങ്ങാതെ 700 കോടി കിട്ടിയില്ലേ എന്നും പറഞ്ഞ് ഇവിടെ വലിയ ക്യാപ്സൂൾ വിതരണവും കരച്ചിലുമായിരുന്നു. ഏതായാലും എനിക്ക് പറയാനുള്ളത്, കേരള സർക്കാരിനെ സംബന്ധിച്ച് കേരള സർക്കാർ എന്തു ചെയ്യണമെന്നറിയാതെ സ്വാഭാവികമായും സംഭവിക്കാം. ഇത്ര വലിയ ദുരന്തങ്ങളെയൊന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. ഉരുൾപൊട്ടലുണ്ടാവുന്നുണ്ട്, 5, 10, 20 പേരൊക്കെ മരിക്കും. ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രദേശമാകെ ഇല്ലാതാവുന്ന അതിഭീകരമായ 500-നും 1000-നും ഇടയ്ക്ക് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലൊരു ദുരന്തം നമ്മൾ ആദ്യം കാണുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ ഒരു മെക്കാനിസം ഇല്ല. ഒരു മെക്കാനിസം ഇല്ല. അതിന് കാരണം ഇത്രയും വലിയ നമ്മളൊരു മലയെ കുടുങ്ങിയ ആളിനെ രക്ഷിക്കാൻ പോലുള്ള മെക്കാനിസം നമ്മുടെ ഇല്ല. കാരണം ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്. അപ്പോൾ അത് സ്വാഭാവികമാണ്, അത് തെറ്റുമല്ല. അപ്പോൾ അങ്ങനെ സ്തംഭിച്ച് നിൽക്കെ കേന്ദ്രം വളരെ മിന്നൽ വേഗത്തിൽ ആക്ട് ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം. അല്ലെങ്കിൽ ഈ കേന്ദ്രസേന വന്നില്ലായിരുന്നെങ്കിൽ, സൈന്യം വന്നില്ലായിരുന്നെങ്കിൽ, കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ പെട്ടുപോയേനെ. അപ്പോൾ നമുക്ക് അഭിമാനിക്കണം, നമ്മളെ സഹായിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരുണ്ട്. വേണ്ട സമയത്ത് വേണ്ട പോലെ ഏത് കാലാവസ്ഥയിലും ഏത് ടെറൈനിലും വന്നിറങ്ങുന്ന ഉശിരന്മാരായ നമ്മുടെ സൈനികരുണ്ട്. അവരാണ് നമ്മുടെ നാടിനെ കാത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു സല്യൂട്ട് കൊടുക്കണം. അവരോട് നന്ദി കാണിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാൻ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാൻ തോന്നുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ല, അതാണ് നല്ലത്. സൈനികരോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. ഏതായാലും ഒരു കാര്യമായിട്ട് പറയാം, മുഖ്യമന്ത്രിയും സർക്കാരും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് പൈസ ചോദിച്ച് വാങ്ങണം. കേരളത്തിന് അവകാശപ്പെട്ട പൈസ കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട്. തിരിച്ചു കൊടുക്കേണ്ടാത്ത പൈസയാണ്. മേടിക്കണം, കുത്തിപ്പിടിച്ച് മേടിക്കണം. വേണ്ടേ? വേണം, തീർച്ചയായിട്ടും. മേടിക്കുമോ? കാത്തിരുന്നാണ്. എനിക്ക് തോന്നുന്നില്ല. കണക്ക് കൊടുക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.